ഈ മീശയും ആ ബുള്ളറ്റും കൂടെ കണ്ടാലേ സാറിനെ അറിയൂ. അറിയുള്ളൂ. ഈ ചിരി, ഈ കള്ളച്ചിരിയാണ് നമ്മളിവിടെ അന്നൊന്നുപോലെയാണ്. എനിക്ക് ചെയ്തില്ല. അതാണ് സാറിന് എം എൻ നമ്പ്യാരെന്ന് ആരെങ്കിലും ഒക്കെ വിളിക്കാറുണ്ടോ? ചിലർ വിളിക്കാറുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ഇന്ന സ്റ്റോൺ ധരിക്കാവുന്നുണ്ട്. അത് ധരിച്ചാൽ ക്യാഷ് നമ്മൾ അന്വേഷിച്ച് പോകണ്ട, ഓട്ടോമാറ്റിക് ഇറ്റ് വിൽ കം ടു us. നമസ്കാരം, എല്ലാവർക്കും കേരള കോളിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ ഉദയംകുളങ്ങര അമരവിള മധ്യത്തിൽ ആണ് ഇപ്പോൾ ഉള്ളത്. ഉദയംകുളങ്ങരയ്ക്ക് അടുത്ത്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു ആളിൻ്റെ അടുത്താണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്താണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും ശ്രീ വിൽസൺ രാജ്. പക്ഷേ അദ്ദേഹം വെറും രാജല്ല. ഈ നാട്ടുകാർക്കിടയിൽ അദ്ദേഹം ബുള്ളറ്റ് രാജ. കുട്ടി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം അധ്യാപകൻ രാജ. എന്നാൽ മറ്റു പലർക്കിടയിൽ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേക ചിരി കാരണം അദ്ദേഹം ഒരു ചിരി രാജ. ഇപ്പോൾ ഡയമണ്ട് വ്യാപാരികൾക്കിടയിൽ ഇദ്ദേഹം ഡയമണ്ട് രാജ. അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടുള്ള ഒരു രാജ, അല്ലെങ്കിൽ വിൻസൻ രാജ് സാറിനോടൊപ്പമാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഈ വിശേഷണങ്ങളെല്ലാം വരാനുള്ള കാരണവും അദ്ദേഹത്തിൽ നിന്ന് ചോദിക്കാം. സാർ, സ്വാഗതം. ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇതൊരു എം എൻ നമ്പ്യാർ രാജയാണെന്ന്. അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ആ ചിരി ഒരു പ്രത്യേക ചിരിയാണല്ലോ സാർ. ആളുകളെ വശത്താക്കുന്ന ചിരിയാണോ അതോ കളിയാക്കുന്ന ചിരിയാണോ? ഇല്ലില്ല, അത് ഓപ്പൺ ആയിട്ടുള്ള. അത് ഞാൻ എൻ്റെ ഓൾഡ് സ്കൂളിൽ പഠിച്ചോളാം. ഗ്രാൻഡ് മദർ ഹെഡ് മിസ്ട്രസ് മാനേജേഴ്സ് ആയിരുന്നു, അമ്മ ടീച്ചർ. പിന്നെ അങ്ങനെ ആ ലെവലിൽ അങ്ങനെ അന്നുപോലെ ഒരു ചിരിയുണ്ട്. അന്നുപോലെ ഒരു ചിരിയുണ്ട്. അതെ, അത് നാച്ചുറലായിട്ട് ഉള്ളതാണ്. ഈ മീശ മീശ പണ്ടേ ഉള്ള മീശ. ഈ മീശ മാറ്റി എന്നെ അറിയില്ല. ഈ മീശ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായ ഒരു ഇങ്ങോട്ട് നോക്കിയേ, ഈ ഒരു മീശയായിട്ട് തോന്നുന്നുണ്ടോ? അതാണ് ഞാൻ ഇവിടെ വന്നതിൻ്റെ കാരണം. നമ്മൾ കേരള കോളിങ്ങിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ കേരളം കാണുക, കേരളത്തിലുള്ള പ്രത്യേകതയുള്ള ആളുകളെ കാണുക, സംസാരിക്കുക, നാടിനെക്കുറിച്ച് അറിയുക, നാട്ടുകാരെക്കുറിച്ച് അറിയുക, അവരുടെ വിശേഷങ്ങൾ അറിയുക, അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുക. അങ്ങനെ ഞാൻ എത്തിയതാണ്. സർ, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായിരുന്നു. എത്ര വർഷം? ഒരുപാട് വർഷം, 48 വർഷത്തിന് മുകളിലായി. PDC to PG ലെവൽ 48 വർഷം വരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഒരു നേഴ്സിംഗ് കോളേജ്, 2 നേഴ്സിംഗ് കോളേജ്, കാട്ടാക്കട ആൻഡ് ട്രിവാൻഡ്രം മാതാ കോളേജ്. അതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അപ്പോൾ ഈ ബുള്ളറ്റ് ഭ്രമം എങ്ങനെ തുടങ്ങി? ബുള്ളറ്റിനോടുള്ള ഭ്രമം അത് എനിക്ക് പഠിക്കുന്ന കാലത്ത് 74 തൊട്ടേ ഞാൻ ബുള്ളറ്റ് ഓടിക്കും. അത് പുതിയ ബുള്ളറ്റ് എടുക്കും. അപ്പോൾ കുറേ വർഷം അത് ഓടിച്ചിട്ട് മാറ്റും. ഇപ്പൊ ഇരിക്കുന്നത് ഒരു 4ാമത്തെ ബുള്ളറ്റാണ്. ഇതും പുതിയതെടുത്താണ്. ഒരുപാട് കഷ്ടമായി. ഇത് കൊടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോ കൊടുത്ത വായിക്കാൻ കഴിയില്ല. ബുള്ളറ്റ് എല്ലാം പുതിയ ചേഞ്ച് അന്നത്തെ സാറിന്റെ കുടുകുടു സൗണ്ട് ഒക്കെ പോയി. അതെ, അതേ ഉള്ളൂ. ഇല്ല, അത് ഇപ്പോഴും അതേ വണ്ടി തന്നെ, അതേ സൗണ്ട് ഉണ്ട്. ശരി. അപ്പൊ അതായിരുന്നു ഇഷ്ടവാഹനം. അതെ. ഈ മീശയും ആ ബുള്ളറ്റും കൂടെ കണ്ടാലേ സാറിനെ അറിയൂ. അറിയുള്ളൂ. ഈ ചിരി, ഈ കള്ളച്ചിരിയാണ് നമ്മളിവിടെ വന്നത്. ഡയമണ്ടുകളെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പൊ ഡയമണ്ടിന്റെ ഏരിയയിലേക്ക് എങ്ങനെ വന്നു? ഡയമണ്ട്സ് വെച്ചാല് ഇതുണ്ട്, എക്സ്പോർട്ടേഴ്സ് ഉണ്ട്. അവർ വാങ്ങിച്ച് ഫോറിനേഴ്സിന് കൊടുക്കും. സെയിലിംഗ് ആണ്. അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാറുണ്ട്. ക്വാളിറ്റി എല്ലാം എനിക്കറിയാം, എല്ലാ വെറൈറ്റി. അത് ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതിന് എമറാൾഡ്, ബ്ലൂ ജാക്കർ, ബ്ലൂ സഫയർ, ഡയമണ്ട്സ്, റൂബി എല്ലാം എവിടെ കിട്ടുമെന്ന് എനിക്കറിയാം. അതിന് ക്വാളിറ്റി എങ്ങനെ അറിയാം? സാധാരണക്കാരന് എങ്ങനെ അറിയാൻ പറ്റും? സാധാരണക്കാർക്ക് അറിയാൻ പറ്റില്ല, നമുക്കറിയാം. ഞാൻ അപ്രൈസർ കൂടിയാണ്. ഇത് പറ്റിക്കുന്ന ഒരു ഏരിയ ആണല്ലേ? ആളുകളെ പറ്റിക്കുന്ന? ഇല്ല, പറ്റിക്കുന്നല്ല, പറ്റിക്കാൻ പറ്റില്ല. ഇപ്പോൾ ആണെങ്കിൽ റിപ്പോർട്ട് എടുക്കും, ടെസ്റ്റ് റിപ്പോർട്ട്, ലാബ് റിപ്പോർട്ട്, ഗവൺമെന്റ് ലാബ് റിപ്പോർട്ട്, അല്ലെങ്കിൽ GIA റിപ്പോർട്ട്. ഡെമോളിഫിക്കേഷൻ ഓഫ് അമേരിക്ക, ബോംബെയിൽ മാത്രം, ബാന്ദ്ര മാത്രമേ ഉള്ളൂ. ഇന്ത്യക്കകത്ത് ഒരേ ഒരു ഇതേ ഉള്ളൂ, ബാന്ദ്രയിൽ. GIA റിപ്പോർട്ട്, ഡെമോളിഫിക്കേഷൻ ഓഫ് അമേരിക്ക. അപ്പൊ അവിടെ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് വേണം. അവിടെ റിപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഗവൺമെന്റ് ലാബ് റിപ്പോർട്ട് വേണം.
എങ്കിലേ വിൽക്കാൻ പറ്റൂ. എന്നാലേ വിൽക്കാൻ പറ്റൂ, അല്ലാതെ റിപ്പോർട്ട് ഇല്ലാതെ നമ്മൾ എടുക്കില്ല. അപ്പോൾ പറ്റിക്കാൻ പറ്റില്ല. ഇപ്പൊ വിശ്രമ ജീവിതം എങ്ങനെ പോകുന്നു? പിന്നെ റിട്ടയർ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് എങ്ങനെ സമയം? അത് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ഞാൻ ഒരാഴ്ച 2 ദിവസമേ പോകുന്നുള്ളൂ. എന്നാലും ഒരു മണിക്കൂർ എടുക്കും. 1 മണിക്കൂർ 1000 രൂപ കിട്ടും. ഓ അങ്ങനെയാണ്, മണിക്കൂറിനാണ് ക്ലാസ് എടുക്കുന്നത്? അത് മണിക്കൂറിനാണ്. ഇപ്പോഴും കാശുണ്ടാക്കുന്നുണ്ട്? അതെ, കാശുണ്ടാക്കുന്നു. പഴയ ശിഷ്യന്മാരുമായിട്ട് കാണാറുണ്ടോ? പഴയ ശിഷ്യന്മാർ, പഴയ സ്റ്റുഡൻസ്? അതെ, എല്ലാം DSP SP ഒക്കെ എന്നിട്ട് റിട്ടയർഡ് ആയവരുണ്ട്. എന്നിട്ട് അവർ വീണ്ടും LLB ഒക്കെ എടുത്തിട്ട് അഡ്വക്കേറ്റ് പ്രാക്ടീസ് ചെയ്യുന്നു. ധാരാളം പിള്ളേര് ഇവിടെ പോയാലും എൻ്റെ പിള്ളേർ വരും. എന്നിട്ട് സാറാണ് വിൽസന്റെ സാറല്ലേ എന്ന് ചോദിച്ചിട്ട് വരും. അല്ല സാർ അന്ന് നിന്ന് ഒരുപോലെ ഇരിക്കല്ലേ? അന്ന് നിന്ന് ഒന്നുപോലെയാണ്. എനിക്ക് ചേഞ്ചില്ല, അതാണ്. നമ്മുടെ ഈ നാടിനെ കുറിച്ച് എന്താണ്? ജനിച്ചു വളർന്ന നാട് തന്നെ? ജനിച്ചു വളർന്ന നാട് ഇത് തന്നെയാണോ? ഇല്ല, ജനിച്ചോളം മത്തൻപാല പളുകൽ, ഇൻ ബിറ്റ്വീൻ പാറശാല ആൻഡ് കാരക്കുണം. ഓ അടുത്ത് തന്നെ? അതെ, അടുത്താണ്. പാറശാല ആൻഡ് കാരക്കുണാണ്. ഇവിടെ സെറ്റിലായി? ഇവിടെ വൈഫിന്റെ വീടാണ്. ഇവിടെ അതുകൊണ്ട് നമ്മുടെ റോഡ് സൈഡ് ഒത്തിരി ദൂരമുണ്ട്, താഴെയാറ്റം വരെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഏരിയയാണ്? നമ്മുടെ ഏരിയയാണ്. ഇവിടുത്തെ ഒരു പ്രഭുവാണ്? അങ്ങനെയൊന്നുമല്ല. നമുക്കൊരു കോറിയുണ്ട്, പനിച്ചവിടെ. അത് ഒരു 10-100 വർഷം അടുത്തില്ല. അവിടെ ഒരു 6 ഏക്കർ വസ്തുണ്ട്. അത് 3 ഷെയർ നമുക്കുണ്ട്. അപ്പൊ പാറ മട തൊഴിലാളികൾക്കിടയിൽ ക്വാറി രാജാമാർ ഒരുപാട് കൂടി വരികയാണ്. ഇപ്പൊ ഇവിടുത്തെ പിള്ളേര് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കുന്നതുകൊണ്ട് ഇത് ഇംഗ്ലീഷ് രാജ. ഒരു തരത്തിലും തോപ്പിക്കാൻ പറ്റത്തില്ല. പാറശാലക്കാരന് പാറശാല രാജ. എന്തെല്ലാം ബന്ധങ്ങളാണ്. അതെ, നമ്മുടെ നാടാണെങ്കിൽ വളരെ ഇതാണ്. പത്തൻപാൽപ്പള്ളികൾ എല്ലാ ആൾക്കാരും അവിടെ പഠിച്ചതാണ്. നമ്മുടെ സ്കൂളിൽ പഠിച്ച പിള്ളേരാണ് അത്രയും പിള്ളേരും മക്കളൊക്കെയാണ് അവിടെ. പാറശാലയിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്കൂള്? പാറശാല പള്ളികൾ അല്ല, കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ വരുന്ന പാറശാലയാണ്. തമിഴ് സ്കൂളാണത്. അതെ, CSI. അത് അവിടെ ഞാൻ പോയിട്ടുണ്ട്. നമ്മുടെ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മളവിടെ പോയതാണ്. അതെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ചു വരികയാണ്. 2 മക്കളാണ്? 2 മക്കൾ. അവര് വർക്ക് ചെയ്യുന്നുണ്ടോ? അവര് ചെസ് കോച്ചാണ്. ഓ, ചെസ് കോച്ച്. ശരി. സ്വന്തമായിട്ട് അക്കാഡമി? ഇല്ല, അവര് ചെസ്സിന്റെ എക്സ്പെർട്ടാണ്. മറ്റുള്ളടത്ത് പോയി പഠിപ്പിക്കും? ഇല്ല, എവിടെ വേറെ ട്രിവാൻഡ്രത്തുണ്ട്. അല്ലാതെ ട്രിവാൻഡ്രത്ത് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ ഓൺലൈനിൽ കോച്ച് ചെയ്യും. നമ്മുടെ ഇന്ത്യയിലുള്ളവർ തന്നെ ഫോറിൻ കൺട്രിയിലെല്ലാം ഉണ്ട്. അവർക്ക് കോച്ചിങ്? അവര് ഫോറിൻ കൺട്രിയിൽ ധാരാളം അവിടെ പോയിട്ട് അവരെ കോച്ച് പിള്ളേരൊക്കെ പഠിപ്പിക്കും. അപ്പൊ ഓൺലൈനിൽ പഠിപ്പിക്കും. അതിൽ നല്ല വരുമാനമുണ്ട്. എല്ലാവരും വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? എന്ത് ചോദിച്ചാൽ ചിരിക്കൊരു കുറവില്ല. സാറിന് MN നമ്പ്യാരെന്ന് ആരെങ്കിലും ഒക്കെ വിളിക്കാറുണ്ടോ? ചിലർ വിളിക്കാറുണ്ട്. ആ സിനിമ കണ്ടിട്ടുണ്ടോ? എനിക്കാരുണ്ട് രാജ. പിന്നെ ഇപ്പൊ ഹാപ്പി ആയിട്ട് പോവാണ്? ഹാപ്പിയാണ്? ജീവിതം സന്തോഷമാണ്? പിന്നെ നമ്മുടെ ഈ ഉദയംകുളങ്ങര അല്ലെങ്കിൽ അമരവിള എന്ന് പറയൂ, ഉദയംകുളങ്ങര എന്ന് പറയൂ? ഉദയംകുളങ്ങര അപ്പുറത്ത്. അപ്പൊ ഉദയംകുളങ്ങര ആയിട്ടാണ് ഇപ്പൊ വർഷങ്ങളായിട്ട് ജീവിക്കുന്നത്. സാർ, ഈ ബുള്ളറ്റ് എപ്പോഴെങ്കിലും സാറിനെ ചതിച്ചിട്ടുണ്ടോ? ഇല്ല, ചതിച്ചിട്ടില്ല. അല്ലാതെ എന്നെ ബുള്ളറ്റില് വേറെ കാർ വെച്ച് തട്ടിയൊക്കെ ഒരു പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ ബുള്ളറ്റിനെ ഒരിക്കലും ചതിക്കില്ല. ബുള്ളറ്റ് എനിക്ക് ബൈസൈക്കിൾ വല്ല ഞാൻ ഓടിക്കും. അഭ്യാസങ്ങളെല്ലാം നടത്തുമോ? അഭ്യാസമൊന്നും കാണിക്കില്ല. നേരെ സ്ട്രൈറ്റ് ലുക്ക്, നേരെ നോക്കിയിട്ട് ഓടിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഡയമണ്ടിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഡയമണ്ട് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടെന്ന് പറയൂ. ഇല്ല, ഡയമണ്ട്സിന്റെ ഗുണമെന്ന് സാധാരണ ആളുകൾ കോഴിമുട്ട കൊണ്ടുപോയിട്ട് കിഴങ്ങും മീനുമൊക്കെ വാങ്ങിക്കും. കോഴിമുട്ട കഴിച്ചാൽ മതി. പക്ഷേ ഡയമണ്ട്സ് ധരിച്ചാലുള്ള ഓരോ സ്റ്റാറിന് ഇന്ന സ്റ്റാർ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ഇന്ന സ്റ്റോൺ ധരിക്കാവുന്നുണ്ട്. അത് ധരിച്ചാൽ ക്യാഷ് നമ്മൾ അന്വേഷിച്ച് പോകണ്ട. ഓട്ടോമാറ്റിക് ഇറ്റ് വിൽ കം ടു us. അങ്ങനെയാണ്? അതെ. ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ പൈസ കുറയില്ല. ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും പൈസ. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ വെച്ചിട്ട് സാറിന് പറയാൻ പറ്റുമോ? അതിപ്പോൾ എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് വേണം, പിന്നെ എല്ലാം വെച്ചിട്ട് എനിക്ക് ന്യൂമറോളജി വെച്ച് നോക്കാൻ അറിയാം. ന്യൂമറോളജി അറിയാം എനിക്ക്. അതിന് സ്റ്റോൺ പറയാൻ പറ്റും. അത് സാറിൻ്റെ അടുത്ത് വാങ്ങി ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണം കുറയത്തില്ല. ഇല്ല, അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ ഒരു 6 വർഷം
ഓട്ടോമാറ്റിക് എവിടെ നിന്നില്ലാതെ ക്യാഷ് വരും. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ മാർവാടീസ് ഉണ്ടല്ലോ, മാർവാടീസ് അല്ല ഇതിപ്പോഴേ സാറേ ഇത് ധരിക്കാത്തതുകൊണ്ടാണ് എവിടെ നിന്നില്ലാതെ കാശ് പൊക്കോണ്ടിരിക്കുന്നത്. പൊക്കോണ്ടിരിക്കില്ല, വരും ചിലപ്പോൾ അതുപോലെ ചിലവൊക്കെ ചെയ്യുമായിരിക്കും. അല്ല ഇത് ഞാനിപ്പോൾ ധരിക്കുന്നില്ല, എൻ്റെ കയ്യിൽ ഡയമണ്ട് ഒന്നുമില്ല, പക്ഷേ എങ്ങടെന്നും അറിയില്ല, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതെ അതെ അതെ. ഞാൻ ഇല്ലെങ്കിൽ വേറെ ആയിരുന്നെങ്കിലും വാങ്ങിച്ച് വല്ലതും കൊടുത്തോണ്ടിരിക്കും. ഡയമണ്ട്സ് ധരിച്ചാൽ പൈസ വരും, പൈസ വരവുള്ളൂ. അതായത് അതിന്റെ ഉദാഹരണം വെച്ചാൽ മാർവാടീസ് ഉണ്ടല്ലോ, അവര് ലേവിഷ് ലൈഫാണ്. അവരുടെ കയ്യിൽ നോക്കിയാലും മോതിരം 10 വിരലിലും മോതിരം കാണും. ഇത് പല കല്ലുകൾ അവർ ടൈം കഴിയുമ്പോൾ മാറ്റും. ഒരു പീരീഡിൽ അങ്ങനെ ഉണ്ട്. ശനി ദശ വരെ അടുക്കില്ല. കരിനീലം അല്ലെങ്കിൽ ടർമാലിൻ എന്നൊരു കല്ലുണ്ട്, കഴിഞ്ഞാൽ ശനി ദശ വരെ നമ്മൾ ദശിക്കില്ല. ഇങ്ങനെയാണ്, അങ്ങനെയാണ്. അത് സത്യമാണ്, അത്ര സത്യമുള്ള ഇതാണ്. അത് ശരി. ഇതിപ്പോൾ ഈ ഡയമണ്ട് ധരിക്കാന്നുള്ളത് കാശിന്റെ ആഡംബരം മാത്രമല്ല, അതിനകത്ത് വകുപ്പുകളുണ്ടെന്നാണ് സാർ പറയുന്നത് അല്ലേ? ഇല്ലല്ല, അത് ഡിവൈൻ ക്വാളിറ്റി എപ്പോഴും ഈ സ്റ്റോണിനുണ്ട്. അതാ കാര്യം. അപ്പൊ അത് എല്ലാവരും ഒന്ന് ആവുന്നെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്ക്, അത് നല്ല കാര്യമല്ലേ അല്ലേ? അതെ അതെ. സാറ് ഇപ്പോഴും ചെറിയ BP ഉണ്ടെന്നുള്ള ഒഴിച്ചാൽ പറയാം, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പി? BP ഉണ്ട്, അത്രയേ ഉള്ളൂ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇടയ്ക്ക് ചിരിക്കും കുറവൊന്നുമില്ല? കുറവില്ല. അപ്പൊ വളരെ സന്തോഷം സാറിനോടൊപ്പം ഈ ചിരി എന്ന് പറയുമ്പോഴേ, ചിരിക്കാൻ കഴിയാന്ന് പറയുന്നത് അതൊരു വലിയ സംഭവമാണ്. അത് ചിരിപ്പിക്കാൻ കഴിയാന്നുള്ളത് അതിനപ്പുറം. പക്ഷേ പലർക്കും ഇപ്പൊ സ്വയം ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എല്ലാവരും. അത്ര പ്രശ്നങ്ങളാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും ചിരിക്കാൻ കഴിയില്ല, ചിരിക്കുന്നത് അസൂയപ്പെടുന്നവരുണ്ട്. അതെ 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 അതെ. പക്ഷെ ഞാനത് മെയിൻ ചെയ്യില്ല. സാറിന് ചിരി എപ്പോഴും ഉണ്ട്? എപ്പോഴും അല്ല, വേണ്ടപ്പെട്ടവരെ കാണുമ്പോൾ. എപ്പോഴും ചിരിച്ചാ വട്ടാന്ന് പറയില്ലേ? എപ്പോഴും ചിരിച്ചാ വട്ടാന്ന് പറയും. അപ്പൊ ശരിക്കും നമുക്ക് വട്ടൊന്നുണ്ടായിട്ടല്ല ചിരിക്കുന്നത്. നമ്മള് ആ ഒരു സമയം ഈ ചിരി കഴിഞ്ഞിട്ട് എനിക്ക് കാശ് ലോൺ അടയ്ക്കേണ്ട സമയം വരുമ്പോൾ എന്റെ ചിരിയൊക്കെ പോകും. സാറിന് അതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. മണിക്കൂറിന് കാശ്, ഡയമണ്ടിന് കാശ്, കുറയുന്ന കാശ്, പിന്നെ ഹൈവേ സൈഡിൽ ഏക്കറങ്ങിന് വസ്തു, പിന്നെ എന്തിന് ചിരിക്കാതിരിക്കണം? അതാണ്. ഓറിയിൽ ഇപ്പൊ ക്യാഷ് വരുമാനമില്ല, നമ്മള് വിൽക്കാൻ പോകണം അദാനി ഗ്രൂപ്പിനെ. മറ്റേ വിഴിഞ്ഞാൻ വരുമ്പോഴത്തേക്ക് അപ്പോഴും കോടികളല്ലേ വരുന്നത്. ഉദയംകുളങ്ങരയിൽ അദാനിയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും സന്തോഷം സാർ, ഇത്രയും സമയം എനിക്ക് എന്റെ ഇത് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നോക്കിയിട്ട് സംഭവങ്ങളെന്ന് പറയണത്. നമ്മളിതാണ് ഉദയംകുളങ്ങരയിൽ നിന്ന് എത്തിയപ്പോൾ ബുള്ളറ്റ് രാജ എന്ന് പറഞ്ഞിട്ട് സാറുണ്ട്, നമ്മൾ കാണണം, പരിചയപ്പെടേണ്ട ഒരാളാണ് എന്ന് എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അന്വേഷിച്ച് വന്നു. ഹാപ്പിയായി. കാരണം അത് പറയേണ്ട കാര്യമാണ്, കാണേണ്ട കാര്യമാണ്. എനിക്ക് മനസ്സിലായി. ഇതാണ് ഞാൻ കേരള കോളിങ്ങിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രേക്ഷകരിലേക്ക് പകരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒപ്പം ഉണ്ടാകുക, കാണുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ, ഒന്ന് കമൻ്റായിട്ട് ഇട്ടേക്കാം. താങ്ക് യു.